ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവിക നിരഞ്ജൻ്റെ അമ്മയുമായി നേരെ വീട്ടിലേക്ക് പോവാണ്. നിരഞ്ജൻ സാറിനോട് പറയാതെ പോകുന്നത് അത് ശരിയല്ല. അമ്മ വൃദ്ധസദനത്തിൽ പോയി താമസിക്കാമെന്ന് പറഞ്ഞല്ലോ. അത് നിരഞ്ജൻ സാറിന് അത്രയധികം വിഷമവും സങ്കടവും നാണക്കേടുമല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് അമ്മ ഒരിക്കലും നിരഞ്ജൻ സാറിനോട് പറയാതെ പോരാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും അമ്മയുടെ വീട്ടിലേക്ക് തന്നെ പോവണം. ഞാൻ അവിടേക്ക് ആക്കിത്തരാം. എന്നതിൻ്റെ ശേഷം നമുക്ക് നിരഞ്ജൻ സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് അവർ പോകുന്ന വഴിയിൽ വെച്ചാണ് വിശാൽ കണ്ടുമുട്ടുന്നത്. അങ്ങനെ വിശാൽ അവരുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങളെ കണ്ടുമുട്ടിയത് എന്തുകൊണ്ടും നന്നായി. അക്ഷരയൊക്കെ നല്ല ടെൻഷനായിട്ടാണ് നിൽക്കുന്നത്. അമ്മ എന്തിനാ ആരോടും പറയാതെ ഇറങ്ങിയത്? ഞാൻ എന്തായാലും അക്ഷരയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അക്ഷരയ്ക്ക് വിശാൽ ഫോൺ വിളിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നിരഞ്ജൻ്റെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ ദേവികയും ഒപ്പമുണ്ട് എന്ന് വിശാൽ അക്ഷരയോട് പറയുന്നുണ്ട്. അങ്ങനെ നിരഞ്ജൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് അക്ഷര, എന്തിനാണ് അമ്മേ ആരോടും പറയാതെ അമ്മ എവിടേക്കാണ് പോയത്? അപ്പോൾ എനിക്ക് നിരഞ്ജൻ്റെ അച്ഛനെ പെട്ടെന്ന് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് മോളെ ഞാൻ ആരോടും പറയാതെ അവിടെ നിന്നും പോകുന്നത്. എനിക്ക് വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. അതല്ല, അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇല്ല മോളെ, ഒരു പ്രശ്നവും ഉണ്ടായില്ല. എനിക്കറിയാം ഇവിടെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അത് അമ്മ പറയാതിരിക്കുന്നതാണ്. എന്തായാലും അമ്മ ആരോടും പറയാതെ പോയത് അത് ശരിയായില്ല മോളെ. എനിക്ക് നിരഞ്ജൻ്റെ അച്ഛനെ ഓർമ്മ വന്നതുകൊണ്ടാണ്. എന്തായാലും നിരഞ്ജനോട് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ ഫോണ് വിശാലിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ വിശാൽ അക്ഷരയോട് നിരഞ്ജൻ സാറിനെ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തായാലും അമ്മയെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറയണം. അപ്പോൾ വഴിയിൽ ഇറക്കി വിടരുത് വിശാൽ, വീട്ടിൽ തന്നെ കൊണ്ടാക്കി വിടണം എന്ന് അക്ഷര പറയുമ്പോൾ വിശാൽ പറഞ്ഞു, ഇല്ല ഒരിക്കലും ഞാൻ അമ്മയെ വഴിയിൽ ഇറക്കി വിടില്ല, വീട്ടിൽ തന്നെ ഞാൻ ആക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞ് നിരഞ്ജൻ്റെ അമ്മയോട് കാറിൽ കയറാൻ പറയട്ടോ. അപ്പോൾ ദേവികയോട് പറയണേ, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടെ അടുത്തേക്കാണ് പോകാനുള്ളത്, എങ്കിലും ഞാൻ അവിടെ കൊണ്ടുവിടാം എന്ന് പറയണേ. അപ്പോൾ ദേവിക പറയണ, വേണ്ട എനിക്ക് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് നിരഞ്ജൻ്റെ അമ്മയെയും വിശാലും പോവുകയാണ്. അങ്ങനെ ദേവിക സിദ്ധുവിനെ കാണാനാണ് പോകുന്നത്. എന്നിട്ട് സിദ്ധുവിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നിരഞ്ജൻ സാറിനോട് പറയണം അമ്മയെ ഒന്ന് ശ്രദ്ധിക്കാൻ. അമ്മയെ ഞാൻ ആ സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ അമ്മ ഒരു തീരുമാനം തന്നെ എടുത്തേനെ. അമ്മ വൃദ്ധസദനത്തിൽ പോകുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരുപക്ഷെ അമ്മ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാറിനെ കണ്ടൊന്ന് സംസാരിക്കണം സിദ്ധു. അപ്പോൾ സിദ്ധു പറയണേ, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ക്ലിനിക്കിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടേക്ക് വരാൻ പറയാം. അപ്പോൾ ദേവിക്ക് പറയണം, അത് വേണ്ട, സിദ്ധു തന്നെ നേരിട്ട് പറഞ്ഞാൽ മതി. അത് അങ്ങനെയല്ല, ഞാൻ പറയുന്നതിനേക്കാളും എന്തുകൊണ്ടും ദേവിക തന്നെ നേരിട്ട് പറയുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി നിരഞ്ജൻ സാറിൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് സിദ്ധുവും ദേവികയും പോവാണ്. പിന്നീട് അക്ഷര നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യം പറയുകയാണ്. അമ്മ ഞാനിവിടെ പുറത്തു നിന്ന് പോയി വന്നപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ ആരോടും പറയാതെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് നിരഞ്ജൻ ചോദിക്കും. ഇല്ല, ഞാനും അതാണ് കരുതിയത്. പക്ഷേ അമ്മ അച്ഛനെ ഓർമ്മ വന്നതുകൊണ്ടാണ് പോയത് എന്നാണ് പറഞ്ഞത്. എനിക്കത് തോന്നിയിരുന്നു. അമ്മ എന്തായാലും ഇവിടെ അധികമൊന്നും നിൽക്കില്ല. അച്ഛൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ വീട്ടിലേക്ക് തന്നെ അമ്മ തിരിച്ചു പോകുമെന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും അമ്മയെ വിശാൽ അവിടേക്ക് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. അതിന് വിശാൽ അവിടെ വന്നിരുന്നു. ഇല്ല, ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പച്ചിയാണ് അമ്മ ഇവിടെ ഇല്ലാത്ത കാര്യം വിശാലിനെ വിളിച്ച് അറിയിച്ചതും വിശാലാണ് അമ്മയെ വീട്ടിലാക്കി കൊടുത്തിട്ടുമുള്ളത്. അപ്പോൾ നിരഞ്ജന ആശ്വാസമാവാണ്. അമ്മ എന്തായാലും വേറെ എവിടേക്കും പോവാതെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. പിന്നീട് തങ്കച്ചി ചെമ്പകത്തെ കാണാൻ വേണ്ടി ചെമ്പകത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. എന്നിട്ട് തങ്കച്ചി കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശരവണൻ ഇപ്പോൾ പൊന്നുമണി എന്ന് പറഞ്ഞവളുടെ കൂടെയാണ് താമസിക്കുന്നത്. പക്ഷേ പോലീസിൽ കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അവർ നിയമപരമായി ഭാര്യയും ഭർത്താവുമായിട്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് കേസൊന്നും കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. നിനക്ക് നിന്റെ ഭർത്താവിനെ ശരവണനെ തിരിച്ചു കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. നീ പൊന്നുമണിയുടെ വീട്ടിലേക്ക് പോവണം. നിന്റെ ഭർത്താവ് താമസിക്കുന്ന ആ വീട്ടിൽ പോയി നീയും അവിടെ താമസിക്കണം. നിന്റെ ഭർത്താവിനെ വിട്ടുകിട്ടുന്നത് വരെ നീ അവിടെ പോയി പ്രശ്നമുണ്ടാക്കണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിനക്ക് നിന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടൂ. എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ചെമ്പകം പറയണം, അതിനെന്താ മേഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. അങ്ങനെ തങ്കച്ചി ചെമ്പകത്തിന് കുറച്ച് പൈസയൊക്കെ കൊടുത്ത ശേഷമാണ് നേരെ അവിടേക്ക് പോകാൻ പറയുന്നത്. നിനക്ക് അവിടെ പോയി പൈസയ്ക്ക് വല്ല ആവശ്യവും വന്നിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തന്നോളാം. നീ അവിടെ പോയി ഞാൻ പറയുന്നത് പോലെ നല്ല പ്രശ്നമുണ്ടാക്കണം. അവിടെയുള്ളവർക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും നീ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ചെമ്പകത്തെ പൊന്നുമണിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ സിദ്ധുവും ദേവികയും നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ സിദ്ധു ദേവികയോട് കാര്യങ്ങളൊക്കെ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ദേവിക തന്നെ നിരഞ്ജൻ സാറിനോട് പറഞ്ഞേക്കേ എന്ന് പറഞ്ഞാണ് ഫോൺ വിളിക്കുന്നത്. പിന്നീട് ഇത് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ
അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് വിഷ്ണുവിനെ പുറത്തിറക്കാനുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ സിദ്ധു പറയണ ഞാൻ പറഞ്ഞ ഡിമാൻഡുകൾ മുഴുവനും അംഗീകരിക്കാമെങ്കിൽ മാത്രമാണ് വിഷ്ണു പുറത്തിറങ്ങുകയുള്ളൂ. അപ്പോൾ ചന്ദ്ര അഭിനയിച്ചുകൊണ്ട് വിനയത്തോടു കൂടി സംസാരിക്കുകയാണ്, അല്ല ആ താലിമാല മാത്രം സിദ്ധുവിനൊന്ന് ഒഴിവാക്കിക്കൂടെ? അതുമാത്രം ഇല്ലെങ്കിലും സിദ്ധു എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ ഒന്ന് പുറത്തിറക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, താലി മേലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണുവും പുറത്തിറങ്ങില്ല. എന്തിനാണ് സിദ്ധു ഇങ്ങനെ വാശി പിടിക്കുന്നത്? ആ പാർവതി അമ്മയ്ക്ക് താലിമാലയോട് അത്ര വലിയ മഹത്വമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരെനിക്ക് ആ താലിമാല ഊരി തരില്ലായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് സിദ്ധു ഇങ്ങനെ വാശി പിടിക്കുന്നത്? അപ്പോൾ സിദ്ധു പറയാൻ, നിനക്ക് താലിയോട് അത്ര മഹാത്മ്യം ഒന്നും ഉണ്ടാവില്ല. കാരണം നീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ താലി ഊരി വലിച്ചെറിഞ്ഞവളല്ലേ. പക്ഷേ അതുപോലെയല്ല, പാർവതിയമ്മയ്ക്കും അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ നീ കൂടുതൽ സംസാരിക്കേണ്ട. ഞാൻ പറഞ്ഞ ഡിമാൻഡുകൾ നിനക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മതി. അല്ല എന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ നീ അങ്ങ് മറന്നേക്ക്. അപ്പോഴത്തേക്കും ദേഷ്യം പിടിച്ച് ചന്ദ്ര താലിമാല എടുത്തു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതെവിടെ നിന്ന് വന്നു? ഇതെന്തിനാ നിങ്ങൾ അറിയുന്നത്? ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതാണെന്ന് കരുതിക്കോ. നിങ്ങളെ കൂടെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ സിദ്ധു പറഞ്ഞു, എൻ്റെ കൂടെ ജീവിക്കണമെന്നൊന്നും നീ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെയല്ലല്ലോ എന്നോട് പെരുമാറുകയും ഇങ്ങനെയല്ലല്ലോ ഇവിടെ ജീവിക്കുകയും ചെയ്യുക. അതിനെക്കുറിച്ചൊക്കെ നീ വിട്ടേക്ക്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. നിന്നെ വിഷ്ണുവിനെ പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഡിവോഴ്സ് പേപ്പറിൽ നീ ഒപ്പിടണം. എങ്കിൽ മാത്രമാണ് നീ പറഞ്ഞ ഡിമാൻഡൊക്കെ അംഗീകരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ചന്ദ്ര പറയണ, അല്ല ഇപ്പൊ പാർവതി അമ്മയുടെ ഈ താലിമാല എൻ്റെ കയ്യിൽ നിന്നും വാശി പിടിച്ച് വാങ്ങുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. അവളുടെ മുന്നിൽ, ആ ദേവികയുടെ മുന്നിൽ ആളാവാനല്ലേ? അതേടി, ആളാവാൻ തന്നെയാണ്. നിന്നെ പോലെയല്ല അവരൊക്കെ താലിക്ക് അത്രക്ക് മഹത്വം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിക്കുന്നതും ഇത് അവർക്ക് കൊണ്ടു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതും. ഞാൻ പറഞ്ഞതുപോലെ ഡിവോഴ്സിനുള്ള കാര്യങ്ങൾക്ക് നീ അതിൽ ഒപ്പുവെച്ച ശേഷം വിഷ്ണുവിനെ പുറത്തിറക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാണ് സിദ്ധു പോകുന്നത്. ഇവിടെ ജോത്സരുടെ അടുത്തേക്ക് പ്രഭാവതിയും ശരത്തും കൂടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ജോത്സർ കണക്ക് കൂട്ടിയ ശേഷം പറയുകയാണ്, ദുർമരണമാണ്, കൊന്നത് തന്നെയാണ്. അതുകൊണ്ട് ആത്മാവ് ഈ ഭൂമി വിട്ടും ആ വീട് വിട്ടും പോയിട്ടില്ല. ആ വീട്ടിൽ ഒരാത്മാവല്ല, രണ്ടാത്മാക്കളാണ് ഉള്ളത്, ഒരു ആണും ഒരു പെണ്ണും. അത് കേട്ടപ്പോൾ പ്രഭാവതി പറയണ, കുറച്ചു നാൾക്ക് മുന്നേ ഇപ്പൊ പറഞ്ഞ ഈ കുട്ടിയുടെ ഏട്ടനും മരിച്ചിട്ടുണ്ട്. അതൊരു അപകടമായിരുന്നു. അപ്പോൾ അതും ഒരു ദുർമരണമാണ്. പക്ഷേ ഈ ആത്മാവിനാണ് പക കൂടുതൽ. നിന്റെ ആത്മാവിനാണ് പക കൂടുതലുള്ളത്. തനിക്ക് ഈ ഗതി വരുത്തിയവനോട് പ്രതികാരം ചെയ്യാതെ ആത്മാവ് ഈ ഭൂമി വിട്ടു പോവില്ല. അപ്പോൾ ശരത്ത് പേടിയോട് കൂടി ചോദിക്കുകയാണ്, പ്രതികാരം എന്ന് വെച്ചാൽ എന്താ ജോത്സരെ? അപ്പൊ ജോത്സര് പറയണ, അത് മരണം വരെ ആവാം. പിന്നെ ഒരു ഗുണമുണ്ട്, തന്നെ ദ്രോഹിച്ചവരെ മാത്രമാണ് ഈ ആത്മാവ് ഉപദ്രവിക്കും, മറ്റുള്ളവരെ ഒന്നും ആത്മാവ് ഒന്നും ചെയ്യില്ല. അത് കേട്ടതോടുകൂടി ശരത്ത് പെട്ടെന്നങ്ങ് പതറുകയാണ് കേട്ടോ. എന്നിട്ട് പ്രഭാവതി ഒന്നങ്ങ് നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് ശരത്ത്, അല്ല കൊന്നത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ജോത്സർ പറയണേ, അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അതെൻ്റെ ജോലിയല്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ പോലീസുകാരൊന്നും വേണ്ടല്ലോ, ഞങ്ങൾ തന്നെ മതിയല്ലോ. അപ്പോൾ പെട്ടെന്ന് പ്രഭാവതി പറയണ, അത് ഇടയ്ക്കിടയ്ക്ക് ഇവൻ ഇങ്ങനെയാണ് ജോത്സരെ, മണ്ടത്തരാണ്, വായ തുറന്നാ പറയുകയുള്ളൂ. അപ്പോൾ ശരത്ത് പേടിയോടുകൂടി ചോദിക്കുകയാണ്, അല്ല ജോത്സരെ വല്ല പരിഹാരവുമുണ്ടോ? അത് കേട്ടതോടുകൂടി ജോത്സർക്ക് സംശയമാവാണ്. അപ്പോൾ നീയാണോ ആ പെൺകുട്ടിയെ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് പതർച്ചയോടുകൂടി പറയും, ഏയ് അല്ല ജോത്സരെ, നീ എന്തിനാണാവോ നീ പരിഹാരം ചോദിച്ചത്? നിനക്കെന്താ ഇത്ര പേടി? ഞാൻ പറഞ്ഞതല്ലേ, ഉപദ്രവിക്കാത്തവരെ, ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാത്തവരെ ഒന്നും ആ ആത്മാവ് ചെയ്യില്ല എന്ന്. അവളെ ഉപദ്രവിച്ചവരെ മാത്രമാണ് ആത്മാവ് തിരിച്ചു ഉപദ്രവിക്കുകയുള്ളൂ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? അത് പിന്നെ ജോത്സരെ, എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ അത് അറിഞ്ഞു വെക്കാമെന്ന് കരുതിയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ജോത്സര് പറയണ, ആദ്യം പുല കഴിയട്ടെ, എന്നിട്ട് പിന്നെ പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അയ്യോ ജോത്സരെ, ഇപ്പൊ പറഞ്ഞു തരാൻ കഴിയില്ല. ഇല്ല, ഇപ്പൊ പറയാൻ കഴിയില്ല. പിന്നെ ആത്മാവുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. ആരാണ് തെറ്റ് ചെയ്തത് അവര് മാത്രമാണ് പേടിക്കേണ്ടതുള്ളൂ. മറ്റുള്ളവരാരെയും ഒന്നും ആത്മാവ് ചെയ്യില്ല. ആത്മാവ് നല്ല ശക്തമാണ്. അതുകൊണ്ട് ആ തെറ്റ് ചെയ്ത ആള് സൂക്ഷിച്ചേ പറ്റൂ. നിങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞ് പ്രഭാവതിയും ശരത്തും അവിടെ നിന്നും ജോത്സരെ കണ്ട് നന്ദി പറഞ്ഞ ശേഷം പോവാണ് കേട്ടോ. അങ്ങനെ പ്രഭാവതിക്ക് ശരത്തിലെ നല്ല സംശയം വരികയാണ്. എന്നിട്ട് ശരത്ത് പ്രഭാവതിയോട് പറയണേ, ഇനിയിപ്പോൾ അമ്മ അവിടെ ചെന്ന് എന്താണ് പറയാൻ പോകുന്നത്? ജോത്സർ പറഞ്ഞതുപോലെ തന്നെ പറയും. ഇല്ല, അങ്ങനെ പറയരുത്, ഞാൻ പറയുന്നത് പോലെയാണ് അവിടെ ചെന്ന് പറയാൻ പാടുള്ളൂ. ശരിയാണോ മോനെ? അത് തന്നെയാണ് ശരി. അമ്മയ്ക്ക് ആ വീടുമായിട്ട് ബന്ധം ഞാൻ അവിടെ ഉള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ
ഞാൻ പറയുന്നത് പോലെ അമ്മ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, എനിക്ക് നല്ല സംശയമുണ്ട്, നീ സത്യം പറ, നീയല്ലേ നിത്യയെ ഇല്ലാതാക്കിയത്? അതെന്താ അമ്മയ്ക്ക് എന്നെ സംശയമുണ്ട്? ആ, എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. അത് കേട്ടതോടുകൂടി ശരത്ത് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. ഞാൻ നിന്നെ ശ്രദ്ധിച്ചു, ജോത്സർ പറഞ്ഞല്ലോ, ആത്മാവ് ഉപദ്രവിച്ചവരെ മാത്രമാണ് തിരിച്ചു ഉപദ്രവിക്കുക, അല്ലാത്തവർക്ക് ഒരു പേടിയും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിന്റെ പതർച്ചയും നിന്റെ മുഖത്തെ ഞെട്ടലും എല്ലാം ഞാൻ ശ്രദ്ധിച്ചു. നീയല്ലേ നിത്യയെ ഇല്ലാതാക്കിയത്? ആ, ഞാനാണെന്ന് തന്നെ അമ്മ അങ്ങ് വിചാരിച്ചോ? പക്ഷെ ആത്മാവ് എന്നെ എന്ത് ചെയ്യുമെന്നാണ് അമ്മ കരുതിയത്? ആ ജോത്സ്യർ പറഞ്ഞത് കേട്ടില്ലേ? ആത്മാവ് നിന്നെ കൊല്ലുമെന്നല്ലേ ജോത്സ്യർ പറഞ്ഞത്? എന്താ അമ്മയ്ക്ക്? ഇത്രയും ദിവസമായിട്ട് എന്നെ ആത്മാവ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എപ്പോഴേ ആത്മാവിന് എന്നെ കൊല്ലാമായിരുന്നല്ലോ. എന്തിനാണാവോ ആത്മാവ് എന്നെ വഴുകിക്കുന്നത്? അപ്പോൾ പ്രഭാവതി പറയണ, നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണമെന്നാണ് ആത്മാവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട. ഞാൻ നിത്യയെ കൊന്നിട്ടുമില്ല, ആത്മാവ് എന്നെ ഉപദ്രവിക്കാനും പോകുന്നില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ജോത്സ്യർ പറഞ്ഞ ആ സത്യം അവിടെ പോയി പറയുന്നത് കൊണ്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അത് വലിയ കുഴപ്പമുണ്ട് അമ്മേ. കാരണം നിത്യയെ കല്യാണം കഴിക്കാമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ആ വീട്ടിൽ കയറി പറ്റിയത്. ഇപ്പോൾ നിത്യയില്ല, പിന്നെ നമുക്ക് അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോഴും ഞാൻ ആ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ടാണ്. നിലനിൽപ്പിന് വേണ്ടിയാണ് അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അമ്മ ഇപ്പോൾ കൂടുതലൊന്നും പറയണ്ട അമ്മ, ഞാൻ പറയുന്നത് പോലെ അവിടെ ചെന്നങ്ങ് പറഞ്ഞാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് പ്രഭാവതിയെയും കൂട്ടി ശരത്ത് നേരെ മനോഹരൻ്റെ വീട്ടിലേക്ക് ചെല്ലണം. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.